ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. കാരണം പല സിറ്റുവേഷനിലും നഴ്സസ് ഈ ഒരു കാര്യം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് നേഴ്സസിനെതിരെയുള്ളൊരു ബ്ലെയിമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതെന്താണെന്ന് വെച്ചാൽ റെസിഡൻറ്റിനോടും ഫാമിലിയോടും ഉള്ള കമ്മ്യൂണിക്കേഷൻ, റെസിഡൻറ്റിൻ്റെ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ ചേഞ്ചസ്, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ, ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇത് റെസിഡൻറ്റിനോടും റെസിഡൻറ്റിൻ്റെ ഫാമിലി, അതായത് നോമിനേറ്റഡ് പേഴ്സണിനോടും നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവരെ ആ ഒരു കെയറിലോട്ട് ഇൻവോൾവ് ചെയ്യുന്നെന്നുള്ളൊരു ഫീല് വരുമ്പോഴായിരിക്കും അവർക്ക് നമ്മളോടുള്ളൊരു ട്രസ്റ്റ് വരുന്നത്. പല സിറ്റുവേഷനിലും ഇത് നേഴ്സസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആയിരിക്കും അവർ റെസിഡൻറ്റിനെ വിസിറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിൻ്റെ പേരിൽ നമുക്കെതിരെ അവർക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റെസിഡൻറ്റിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അന്ന് തന്നെ അവരുടെ നോമിനേറ്റഡ് പേഴ്സണിനെയും കൂടി ഇൻഫോം ചെയ്ത് അത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.